ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പറയില്ല, ഇപ്പോൾ തന്നെ വിജയം, ഇപ്പോൾ തന്നെ ആ കാര്യം നടക്കണം, ഇപ്പോൾ തന്നെ എനിക്ക് ഫലം കിട്ടണം, ഒന്നിനും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാറ്റിഫിക്കേഷൻ കൊള്ളാമോ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി അത് നമ്മൾ മാറ്റേണ്ടതാണ്. കാരണം ഇതിങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഫോക്കസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നോട്ടിഫിക്കേഷൻ്റെ പുറകെ പോകുന്നു. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ എപ്പോഴും നമുക്ക് എന്തായിരിക്കും, പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമതായിട്ട് നമുക്കൊരിക്കലും പേഷ്യൻസ് കാണത്തില്ല. അതായത് കൺസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്താൽ മാത്രമേ നമുക്കതിനകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ. കൺസിസ്റ്റൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മൂന്നാമതായിട്ട് നമുക്കൊരു ലോങ് ടേം സക്സസ് നമുക്ക് കിട്ടത്തില്ല. അതായത് ഇപ്പോഴുള്ള സന്തോഷം മാത്രം മതി, എന്നാൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന ആ സന്തോഷത്തിനെ നമ്മൾ തന്നെ എന്താണ്, കില്ലാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ നല്ലതാണോ മോശമാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വഴികളുണ്ട്. അതിനകത്ത് വരുന്ന ഫസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ പോസ് റൂളാണ്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് ഇപ്പോഴാണോ റിസൾട്ട് കിട്ടുന്നത്, അതോ ഈ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കുമോ, എന്നിട്ട് നമ്മൾ സാവധാനം എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഡിലേ റിവാർഡാണ്. ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ലത് ഒരു ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു റിവാർഡ് കിട്ടുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ സ്മോൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് അല്ലെങ്കിൽ സ്മോൾ വിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ഹാബിറ്റ്സാണ്. അതായത് നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടി നടക്കേണ്ടതുണ്ട്. ഈ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടി നടക്കുന്ന സമയത്ത് നമുക്ക് ഫെയിലാവാം, സക്സസ് ആവാം. ഫെയിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താണ് മിസ്റ്റേക്സ് നമ്മൾ പഠിക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു റൂൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തു. അപ്പം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇപ്പോഴുള്ള ആ ഒരു സന്തോഷത്തിന് പകരമായിട്ട് ഫ്യൂച്ചറിലുള്ള സന്തോഷത്തിനായിട്ട് നിങ്ങളുടെ ലൈഫുകൾ സെക്യൂർ ചെയ്യുക. അങ്ങനെയുള്ള മൈൻഡ് സെറ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്